പശു ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയാനുണ്ടെങ്കിൽ നാവ് ഉണ്ടാവും അല്ലേ? അല്ലാണ്ട് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുക? നമുക്ക് നാവ് കൊണ്ടല്ലേ പറയാൻ പറ്റൂ. പശു ഇറച്ചി കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. അതിൻ്റെ സയൻറ്റിഫിക് വശം അറിഞ്ഞാൽ കൊള്ളാം. അവതാരങ്ങളിൽ മത്സ്യം കഴിക്കാം. അവതാരങ്ങളിലോ? അവതാരങ്ങളിലല്ല, മത്സ്യം കഴിക്കാം എന്നുണ്ടെങ്കിൽ പശു ഇറച്ചി എന്തുകൊണ്ട് നിഷിദ്ധമാണ്? പശു ഇറച്ചി കഴിക്കണം എന്നുള്ളവർ കഴിച്ചോളൂ, കഴിക്കേണ്ടെന്ന് ജീവാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ, നമുക്കത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് പശുവിൻ്റെ ഇറച്ചി മനുഷ്യൻ കഴിക്കുക എന്നുള്ളത്. പക്ഷെ മറ്റൊരാൾ കഴിക്കുന്നതിന് തടയാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല, എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് കഴിക്കണം എന്നുള്ളവർ കഴിച്ചോളൂ. പക്ഷേ നമ്മുടെ സംസ്കൃതി, ഈ ഭാരതം പശുവെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മാതൃസ്ഥാനത്താണ്. മാതൃസ്ഥാനത്താണ്. ഒരാൾ ശ്രീനാരായണ ഗുരുദേവനോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു, ഇതേ ചോദ്യം. ഗുരുദേവൻ മറിച്ച് ചോദിച്ചു, അമ്മ ജീവനോടുണ്ടോ മരിച്ചോ? മരിച്ചുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? കറി വെച്ച് കഴിച്ചോ അല്ല വരട്ടിയോ? എന്താ ചെയ്തേ? നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായപ്പോൾ 99.9% പേർക്കും നമ്മുടെ അമ്മമാർ മുലപ്പാൽ തന്ന് വളർത്തി. വളരെ ചുരുക്കം ചിലർക്ക് മുലപ്പാൽ ഉണ്ടാവാറില്ല. വളരെ ചുരുക്കം ചിലർ അമ്മ ആരെന്ന് അറിയാണ്ട് വളർന്നവരും ഉണ്ടാവും. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ മുലപ്പാൽ ഒന്നുകിൽ കുറയും, അല്ലെങ്കിൽ വറ്റും, അല്ലെങ്കിൽ അമ്മ വീണ്ടും ഗർഭിണിയാവും. ഏതായാലും കുഞ്ഞിന് പാല് നിൽക്കും. ഒന്ന്. രണ്ടാമത്തെ വ്യവസ്ഥ, കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അമ്മയുടെ പാല് മാത്രം പോരാ എന്നുള്ള അവസ്ഥയും വന്നു ചേരും. ഈ രണ്ട് സാഹചര്യങ്ങളും വരും. ഈ രണ്ട് സാഹചര്യങ്ങളിലും മനുഷ്യൻ ഏറ്റവും യോജിക്കുന്ന പാല് പശുവിൻ്റെ പാലാണ്. വളരെ ഔഷധ ഗുണമുള്ളതാണ് ആട്ടുംപാല്. വളരെ ഔഷധ ഗുണമുണ്ട് ആട്ടിൻപാലിന്, ഇല്ല എന്നാരും പറയില്ല. പല ഔഷധ ഗുണങ്ങളുണ്ട് കഴുതപ്പാലിന്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട് കഴുതപ്പാലിന്, ഒട്ടകപ്പാലിന്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ മനുഷ്യൻ ഏറ്റവും യോജിക്കുന്ന പാലെന്ന് പറഞ്ഞാൽ പശുവിൻ പാലാണ്. അപ്പം നമുക്ക് സാമാന്യമായിട്ട് നമുക്കൊക്കെ അമ്മ എന്താ തന്നത്? ഇരിക്കുന്നവർക്കൊക്കെ എന്താ തന്നത്? പശുവും പാലാ അല്ലേ? അത് കഴിച്ചിട്ടല്ലേ നമ്മൾ വളർന്നേ. അപ്പം നമ്മുടെ വളർത്തമ്മ ആരാ ശരിക്ക്? ആരാ? നമ്മുടെ പെറ്റമ്മ, പോറ്റമ്മ. പെറ്റമ്മ അമ്മ, പോറ്റമ്മ പശു. സാമാന്യമാണ്. ലോകത്തിൽ ഏത് രാജ്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഏത് മതവിശ്വാസികൾക്കടക്കം ഇങ്ങനെ തന്നെയാണ്. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. നമ്മുടെയൊക്കെ പോറ്റമ്മ പശുവാണ്. ഇനി ഒരു തരത്തിലും പശുവിൻ്റെ പാല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ചില പാലുണ്ടാക്കാം. താല്പര്യമുള്ളവർക്ക് പറഞ്ഞുതരാം. പ്രത്യേകിച്ചിത് വളരെ ഉപകാരപ്പെടുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ, പ്രസവാനന്തരം മുലപ്പാൽ ഇല്ലാത്തവരുടെ വിഷയത്തിൽ പശുപ്പാലിനേക്കാൾ നല്ലത് പറഞ്ഞുതരാം. ഒരു മുഷ്ടി നെല്ലെടുക്കുക, അത്ര തന്നെ നവരയും എടുക്കുക. നവര നെല്ല് വെള്ളത്തിലിടുക, 10 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്ത് വയ്ക്കുക. മുളച്ച് വരും. മുളച്ച് വരുന്ന സമയത്ത് നല്ലതുപോലെ അത് അരയ്ക്കുക. നല്ലതുപോലെ അരച്ച് തുണിയിലിട്ട് ഒരല്പവും അതിൻ്റെ ഉമി പുറത്ത് വരാത്ത രീതിയിൽ പാല് മാത്രം അരിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കൽക്കണ്ടവും ചേർത്ത് ഇളക്കി കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തോളൂ. നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും. പക്ഷേ പശുപാൽ ഉണ്ടെങ്കിൽ ഇപ്പം അതല്ലേ ഇപ്പം നല്ലത്. അതുകൊണ്ട് നമ്മുടെ പോറ്റമ്മയാണ്. അമ്മയെ ആവശ്യം കഴിഞ്ഞാൽ കൊന്ന് തിന്നുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അമ്മയെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു, എന്നാൽ പിന്നെ കൊന്നിട്ട് തിന്ന് കളയാം. അത് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട്
ഗോമാതാവിൻ്റെ മാംസം ഭക്ഷിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത വിഷയമാണ്, ചിന്തിക്കാൻ കഴിയാത്തതാണ്. അത്രയും പറയാനൊക്കൂ. ബാക്കിയുള്ളത് അവനവൻ്റെ ഇഷ്ടം. അമ്മയുടെ മാംസം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും നാട്ടിൽ. എന്തൊക്കെ വാർത്തകളാണ് അപ്പോൾ വരണത്. മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ എത്ര ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. 200-ലധികം മനുഷ്യ മാംസങ്ങൾ മനുഷ്യന്മാരുടെ ശരീരം പ്രത്യേകം എടുത്തു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് മുറിച്ച് പാകം ചെയ്ത് കഴിച്ച 2 സഹോദരന്മാരെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവർ ഈ ഖബർ തുറന്നിട്ട് അവിടുന്ന് മാന്തിയിട്ട് കൊണ്ടുപോവുക. എന്തായാലും പിടിക്കപ്പെട്ടു. ആദ്യം അവരെ പിടിച്ച സമയത്ത് അത് ആ രാജ്യത്ത് കുറ്റകരമായ കാരണം നിയമം എഴുതിയൊരു ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊരു സാധനം ഉണ്ടാവുമെന്ന്. അതുകൊണ്ടത് നിയമദൃഷ്ട്യാ കുറ്റമായിരുന്നില്ല. പിന്നീട് നിയമപരിഷ്കരണം ചെയ്തു, അവർ ജയിലിലുമായി.